എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ, കയ്യൊക്കെ ഓക്കെ അല്ലേ കേട്ടോ? ഐശ്വര്യം ഉണ്ടോ നോക്കാം. ചെറുതായിട്ടുള്ളൂ കേട്ടോ. ടൈല ഹെഡ് ഐശ്വര്യം കൊണ്ട് തന്നെയല്ലേ വന്നേക്കുന്നത്. ഐശ്വര്യം കൊണ്ട് തന്നെയല്ലേ വന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് കിഴി പോന്നോടാ. സൈറൻ ജയം രവി നായകനാകുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി 16. ജനുവരി 26 ഡയറക്റ്റ് OTT ആന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പൊ തിയേറ്റർ റിലീസായിട്ട് 16 തീയതി ഫെബ്രുവരി 16. കീർത്തി സുരേഷാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ അനുപമ പരമേശ്വരനും ഒരു പ്രധാന റോളുണ്ട്. അടുത്തത് ഹനുമാൻ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട്. 200 CR കേട്ടോ. 200 കോടിയായിട്ടോ 10 ദിവസം കൊണ്ട്. കൊള്ളാം, ഗംഭീര കളക്ഷനാണ്. ഭക്തി അങ്ങ് കയറ്റി കൊടുത്താൽ മതി എന്നല്ലേ. പിന്നെ അല്ലാണ്ട് പിന്നെ അതിനൊരു ഫിക്ഷനും ഇതെല്ലാം കൂടി വരുന്നതുകൊണ്ട് അതൊരു പ്രത്യേക വൈബിലൊക്കെ പോകും. അതെ. എന്തായാലും കേരളത്തിൽ എന്തായാലും നല്ല അഭിപ്രായം കിട്ടിയില്ല. കേരളത്തിൽ വലിയ ഇതായിട്ടില്ല. അടുത്ത കിഴി ജയ് ഗണേഷ്. ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന സിനിമയാണ്. ജയ് ഗണേഷിന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. സംഭവം ഇത് മാ വീരന്റെ അതേ സാധനം തന്നെയാണ്. സെയിം. അതില് കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, ഇതില് കാർട്ടൂണിസ്റ്റ് ആണ് ആള്. പക്ഷെ ഇതിന് വികലാംഗനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതില് ചെവി കേൾക്കാത്തൊരാള്. എന്താണെങ്കിലും കൊള്ളാം. രഞ്ജി ശങ്കർ ആട്ടോ സിനിമ സംവിധാനം ചെയ്യുന്നത്. അവിടെ ലാസ്റ്റ് വിജയതാ അത് ഓർമ്മയില്ല. അടുത്തത് ഫഫ വടിവേലു. സിനിമയുടെ ടൈറ്റില് പുറത്തു വന്നിട്ടുണ്ട്. മാരീസൻ. സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. RB ചൗധരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇതിനു ശേഷം അല്ലേ, മാമന്നന് ശേഷം ഫഹദും. നല്ല കോമ്പിനേഷൻ ആയിരിക്കും അത്. അതായത് റോഡ് മൂവി ആണെന്നുള്ളത് വ്യക്തമായിരുന്നല്ലോ. അപ്പൊ അതിലൊരു കാളയുടെ ഒരു തല ആ രീതിയിലാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹണ്ട് ബിഗിൻസ് ടുഡേ എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഷൂട്ട് തുടങ്ങുന്നു. അതെ. അടുത്ത കിഴി എന്ത് വെച്ചാ ജലദോഷം വല്ലതുണ്ടോ? ജലദോഷം ഉള്ളത് തന്നെയാ. പോയിട്ടില്ല പക്ഷെ തന്നിട്ട് പോന്നി. നിന്റെ കയ്യും പോയി. നീ ജലദോഷം കൂടി തന്നെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് രക്ഷപ്പെട്ടു വരുന്നുള്ളൂ. ജലദോഷം കൂടി തന്നാ നീ പെട്ടു. ഓക്കെ, ഗെയിം ചേഞ്ചർ സിനിമ ഇപ്പൊ ഷൂട്ട് നടക്കുന്നത് ഹൈദരാബാദ് ആട്ടോ. ഹൈദരാബാദ് ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് ഷൂട്ട് നടക്കുന്നത്. അതിൽ നമ്മുടെ രാംചരൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് അവിടെ ഭയങ്കര കെമിക്കൽ ഗ്യാസ്, വളരെ മോശമായിട്ടുള്ള പോയിസണിങ് എടുക്കാൻ സാധ്യതയുള്ള ഗ്യാസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 12 മണിക്കൂറും മാസ്ക് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ നല്ലൊരു സിനിമയാവട്ടെ. അടുത്തത് ഒരു കട്ടിൽ ഒരു മുറി. ധാരാളം. നമ്മുടെ ഒരു മൊബൈലും. പൂർണിമ ഇന്ദ്രജിത്തും ഹക്കീമും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഷാനവാസ് ബാവുകുട്ടി സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്താണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. കൊള്ളാം. ഒരു കട്ടിൽ നല്ല കണ്ടന്റ് ഉണ്ടാവും കേട്ടോ. പൂർണിമ ഇന്ദ്രജിത്ത് സെലക്ട് ചെയ്യുന്നതൊക്കെ നല്ല അല്ലേ. ഈ പേരിലുണ്ട് ഒരു സംഭവം, അതായത് ദാമ്പത്യ ഒരു സംഭവമാണെന്നുള്ളത് വ്യക്തമാവുന്നുണ്ട്. നല്ലൊരു പേരാണ് കേട്ടോ. ചില പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ വഴിക്ക് നോക്കാൻ തോന്നൂല. ഇത് നല്ല രസമുള്ളൊരു പേരാണ്. അടിപൊളി. ഓക്കെ, അടുത്ത കിഴി SSMB 29. SS രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ 1000 കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് വരുന്നത്. 1150 കോടി മുകളിലൊന്നും നീ പറയണ്ട. 1150. പറഞ്ഞോ, ബാക്കി കാര്യത്തിലേക്ക് പറഞ്ഞോ. കൂടുന്നില്ല. എന്തായാലും സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏപ്രിൽ 9. അതായത് 2024 ഈ വരുന്ന ഉഗാദിയിലാണ് ഇവർ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. ഉഗാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള വർഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരുടെ ഉഗാദി, പുതുവർഷം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. അതായത് സിനിമ റിലീസാവുന്നത് 2026 ഉഗാദി ദിവസത്തിലായിരിക്കും. തുടങ്ങുന്നത് ഉഗാദി, സിനിമ റിലീസ് ചെയ്യുന്നതും ഉഗാദി ദിവസം. അത് കൊള്ളാം. അടുത്തത് ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. ജനുവരി 26 തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂമറുകളായിരുന്നു, പക്ഷെ ഒഫീഷ്യലി കൺഫേം ചെയ്തു. ജനുവരി 26 4 മണിക്ക്
സായിറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ചെന്നൈ. ഓക്കെ ഓക്കെ. ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ തൊട്ടോണ്ട അത് അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത കിഴി സിംഗം യഗൈൻ. രോഹിത് ഷെട്ടിയുടെ RCU, രോഹിത് ഷെട്ടി യൂണിവേഴ്സ്, സിനിമാറ്റിക് യൂണിവേഴ്സ് സിനിമയുടെ, അതായത് സിംഗം എഗൈൻ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ദീപിക പതുക്കോൺ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്, ശക്തി ഷെട്ടി. ആളുടെ ക്യാരക്ടർ സ്പെഷ്യലായിട്ട്, അതായത് ഒരു വേറെ സിനിമയായിട്ട് തന്നെ ഇവർ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ രോഹിത് ഷെട്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതായത് ഈ ക്യാരക്ടർ ഒരു ബ്രൂട്ടലായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. സാധാരണ, അതായത് ബോളിവുഡിലൊന്നും കാണാത്തൊരു ഐറ്റം പോലീസുകാരി. അപ്പോൾ അത് വേറെ ലെവലിൽ തന്നെ മറ്റൊരു സിനിമയായിട്ട് ഇറക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം ഇത് ഇറക്കി ഇത് വരട്ടെ, ഇത് വന്നു കഴിഞ്ഞിട്ടല്ലേ. രോഹിത് ഷെട്ടി അല്ലേ ഫുള്ള് കോമഡി. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഡബിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഉണ്ട് കേട്ടോ, ഒരാൾ മിസ്സായിട്ടില്ല, എല്ലാരും ഉണ്ട്. ഷാൻ റഹ്മാൻ വരെ നന്ദി പറഞ്ഞിട്ടൊരു ആൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിനുള്ള രീതിയിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഉണ്ട്, നിവിൻ പോളി, ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, എല്ലാ ടീമും ഉണ്ട്. അതുകൊണ്ട് വേണ്ട. അല്ല, നമുക്ക് അതിന്റെ ഓഡിയോ കളഞ്ഞിട്ട് ഇടാം. അത് ശരി, ഓഡിയോ കളഞ്ഞിട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ. അത് കലക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നടക്കട്ടെ. അപ്പോൾ അടുത്ത കിഴി പാട്ട്. അടുത്ത കിഴി നമ്മുടെ കിഴി എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ഇത് കൊടുക്കുന്നൊരു ചാനലല്ലേ. അല്ല, കോമഡി കൊടുത്തൂടെ? കോമഡി എത്ര ഇത് കോമഡി ആയിട്ടില്ല. ഇത് പാട്ടോ? അത് കോമഡി. അതാ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു, വെറുപ്പിക്കരുത്. ഇതിപ്പോ കോമഡി ആയില്ല ഇല്ലല്ലേ? നീ ഏറ്റെടുത്തതിന് ശേഷം കോമഡി ആയില്ല ഇല്ലല്ലേ? ചെവിക്കുറ്റികളൊന്നും കൊടുത്തിട്ട് നോക്കാൻ പറയണ കാണുന്ന. എനിക്ക് ഈ സീൻ എന്താ ഓർമ്മ വരുന്ന അറിയോ? നമ്മുടെ ചട്ടമ്പിനാടില്ലേ, അതിലുണ്ടല്ലോ മുല്ലയ്യ ഒരു വിളക്ക് കിട്ടും അങ്ങനെ കത്തിച്ചിട്ട് ചൊല്ലിക്കാൻ. അല്ല പിന്നെ അങ്ങനെ വന്നിട്ട് അല്ല കിട്ടില്ലല്ലേ, പിന്നെ ദേശത്തിലാണ് മനസ്സിലാകുമ്പോൾ തിരിഞ്ഞു. എന്നിട്ട് പിന്നെ ഈ ചിരട്ട ഇങ്ങനെ കത്തിച്ചിട്ട് പൊട്ടിച്ചിട്ട് ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുപോകും. എന്തിനാ അറിയോ? അടുത്ത കിഴി എന്നാ ചിരിക്കണ്ട, നിന്റെ ചിരി അങ്ങ് മാറ്റിത്തരാം. മലൈക്കോട്ടെ വാലിബൻ. അവന് കിട്ടുമ്പോ അത് വലിയ സംഭവം. ഇതിനകത്ത് ഞാൻ 1150 കോടിന്റെ ഇന്ത്യൻ സിനിമ അതിന്റെ കിഴിയെടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മലൈക്കോട്ടൻ എടുത്തു. പക്ഷെ മലൈക്കോട്ടനല്ല, മലൈക്കോട്ട എടുത്തു. ഇനിയിപ്പോ ഇതിനകത്ത് ഞാൻ എന്തെന്ന് പറയാനാ? അല്ലളിയാ, നീ ആൾറെഡി ഞാനത് SSMB 29 എടുത്തു കഴിഞ്ഞപ്പോ നീ വലിയൊരു കുഴിയിലാണ്. അതിന് വീണ്ടും കുഴി കുത്തി നിന്നെ ഞാൻ താഴേക്ക് ഇടുകയാണ് എന്ന് പറഞ്ഞു തരികയാണ്. ഞാൻ മിനിഞ്ഞാന്നത്തെ കിഴി ഓർത്തു പോവാണ്. അതായത് മിനിഞ്ഞാത്ത കിഴി അല്ല, പറയാൻ വരുന്ന കേക്ക്. മിനിഞ്ഞാത്ത കിഴിയില് അവസാനം SSMB ഇത് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പറയാം, അവൻ അവസാനം കണ്ടു എന്തൊരു അഹങ്കാരമാണ്. ഇപ്പൊ കണ്ടോ, ഏഴാമത് എടുത്തതിന്റെ തന്നെയല്ലേ, ഏഴാമത് എടുത്ത കിഴി എടുത്തതിന്റെ അഹങ്കാരമാണ് ഈ 11ാമത്തെ കിഴിയിലും വന്ന് നിൽക്കുന്നത്. അതാണ്, അല്ല അഹങ്കരിക്കാനൊരവസരം. അതാണല്ലോ എന്റെ മുദ്രാവാക്യം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ലുണ്ട്. ഈ ലൊക്കേഷൻ സ്റ്റില്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ആദ്യം തന്ന ലൊക്കേഷൻ സ്റ്റില്ലാണ്. അതെ, ആ കാളവണ്ടിയില്ലേ. അതെ. പക്ഷെ അതിനകത്ത് ആ എഴുത്ത് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. അത് കുറെ പേര് അത് സൂം ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഈ വന്ന പിക്കില് ചില വിദ്വാൻമാർ കഴിവുള്ളവർ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കഴിവുള്ളവർക്ക് കിട്ടിയിട്ടില്ല. ആ സാധനം സൂം ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ചേട്ടാ ഇത് സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സാധനം ഇതായിരുന്നു, വീരറിൽ വീരർ, വീരറിൽ വീരൻ, മലൈക്കോട്ടെ വാലിബൻ. അതാണ് അതിന്റെ പുറത്തുള്ള എഴുത്ത്. ഞാനും അത് കണ്ടപ്പോ എന്തോടെ എത്ര നാളായിട്ട് ഞാൻ കുറെ സൂം ചെയ്ത് നോക്കിയത്, പക്ഷെ നടന്നില്ല. ഞങ്ങൾ കുറച്ച് വിഭാഗം വിരുദ്ധർ അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമേ. നോക്കിക്കോ, കമന്റ് നോക്കിക്കോ, കമന്റ് സെക്ഷൻ. എനിക്ക് വയ്യ, ഇത് അഹങ്കരിച്ചോട്ടെ, തള്ളും കൂടി അതിന്റെ ഇടയിൽ കൂടെ. ഓക്കെ, അടുത്ത നോക്കിക്കോ നീ. എന്നിട്ട് ഇതൊന്നും പറഞ്ഞു കേട്ടില്ലായിരുന്നല്ലോ നേരത്തെ കണ്ടുപിടിച്ചിട്ട്. ഞാനെന്നല്ല കണ്ടെത്തിയവർ
ഇവിടെ അല്ല കമന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് അല്ല പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാര് വിദ്വാന്മാര് ഇത് കണ്ടെത്തിയായിരുന്നു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഞങ്ങളെന്ന് പറഞ്ഞപ്പോ നീ അതിനകത്ത് പെട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചത്. ഞങ്ങൾക്ക് ആൾറെഡി സെറ്റ് ആക്കി ആണല്ലേ, മനസ്സിലായിരുന്നു. ഓക്കെ, കൊള്ളാം. ദളപതി 69 സിനിമയുടെ ചെറിയ ചെറിയ റൂമറുകളാണ്, കൺഫേം ആയിട്ടില്ല. വീണ്ടും തെലുങ്കിലേക്ക്, അതായത് വാരിസിന് ശേഷം വാരിസ് പോലെ തന്നെ തമിഴും തെലുങ്കും മൂവിയായിട്ട് ഒരു സിനിമേന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. DVV എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് RRRന്റെ ടീം. യെസ്. അപ്പം ഒരു വലിയ സിനിമ തന്നെയായിരിക്കും. ചർച്ചകൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ചർച്ചകൾ ഓക്കെ ആയി കഴിഞ്ഞാൽ 69 ആയിട്ട് DVV വരും. അതായത് തലപതിയെ അവർ അവതരിപ്പിക്കും നമ്മുടെ മുന്നിലേക്ക്. എന്തായാലും ഇന്നത്തെ കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നു. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ ബൈ. ഓക്കെ.